പലരുടെയും ഒരു ഡൗട്ട് എന്ന് പറയുന്നത് ഇലക്ട്രിക് കാറാണോ അതോ പെട്രോൾ എഞ്ചിനുള്ള ഒരു കാറാണോ ലാഭകരം എന്നുള്ളത്. ഇലക്ട്രിക് കാർ വാങ്ങുന്ന ഒരാളുടെ ഏറ്റവും വലിയൊരു ടെൻഷൻ എന്ന് പറയുന്നത് അതിൻ്റെ റീസെയിൽ വാല്യൂ. 10 വർഷത്തെ ബാറ്ററി വാറണ്ടിയാണ്, സൗജന്യമായ സർവീസാണ്, 209 കിലോവാട്ട് ഇലക്ട്രിസിറ്റിയാണ് ആവശ്യമുള്ളത്. ഇതൊരു ഗെയിം ചേഞ്ചറായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എന്നെ ഏറ്റവും അതിശയിപ്പിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് ഇതൊന്നുമല്ല. നമുക്കിനി സ്പോർട്സ് മോഡ് ഒന്ന് ഇട്ട് നോക്കാം. ഭയങ്കര സ്മൂത്താണ് ഇവിടെ. മറ്റെന്തെങ്കിലും നമുക്ക് സാമ്പത്തിക ലാഭം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്കറിയാമോ, നിങ്ങൾ വിൻഫാസ്റ്റിൻ്റെ ഒരു കാറ് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നിങ്ങളറിയാതെ തന്നെ 2 നന്മകൾ നിങ്ങൾ ചെയ്യുന്നുണ്ട്. അതിലൊന്ന്, നിങ്ങളൊരു മരം നടുകയാണ്. 2, ഒരു പാവപ്പെട്ട കുട്ടിയുടെ ഒരു നേരത്തെ വിശപ്പടക്കുകയാണ്. എങ്ങനെയാണെന്നല്ലേ പറഞ്ഞുതരാം. അതിനു മുമ്പ് നമുക്ക് ഈ ഷോറൂം ഒന്ന് പരിചയപ്പെടാം. ഞാനിപ്പോൾ ഉള്ളത് ബാംഗ്ലൂരിലുള്ള ലോട്ടസ് വിൻഫാസ്റ്റ് ഇലക്ട്രോണിക് സിറ്റി ഷോറൂമിലാണ്. സോ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് ഒരു സാധാരണ കസ്റ്റമർ ഈ ഒരു വിൻഫാസ്റ്റിൻ്റെ ഷോറൂമിൽ വരുന്ന സമയത്ത് അവർക്ക് എങ്ങനെ ഈ ഒരു ഷോറൂമിൻ്റെ എക്സ്പീരിയൻസ്, അതുപോലെ വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുമ്പം എന്ത് ഫീൽ ചെയ്യും, അങ്ങനെയുള്ളൊരു ചെറിയൊരു വീഡിയോ ആണിത്. പുറത്തുനിന്ന് നോക്കുന്ന സമയത്ത് നമുക്ക് നല്ല മോഡേൺ ആയിട്ടുള്ള ഒരു വൈബ് കിട്ടുന്നുണ്ട്. അകത്തേക്ക് വരുമ്പോൾ നല്ലൊരു പ്രീമിയം വെൽക്കമാണ് നമുക്കിവിടെ കിട്ടുന്നത്. അതുപോലെ തന്നെ ഓവറോൾ ലുക്ക് ആൻഡ് ഫീൽ എന്ന് പറയുന്നത് ഷോറൂമിൻ്റെ ഒരു സെറ്റപ്പ് നോക്കുമ്പോൾ വളരെ മിനിമലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഡിസൈൻ അപ്രോച്ചാണ്. ഒരു യൂറോപ്യൻ സ്റ്റൈൽ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കൂടാതെ ഇവിടുത്തെ സ്റ്റാഫൊക്കെ കുറേ ഫ്രണ്ട്ലിയാണ്. നമുക്ക് കസ്റ്റമേഴ്സിനോട് വളരെ ഡീറ്റെയിൽ ആയിട്ട് അവർ പറഞ്ഞു തരും. വളരെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന, ഒരു സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ അവരതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട്. കൂടാതെ നമുക്ക് വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു കിടിലൻ കസ്റ്റമർ ലോഞ്ചും അവരിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വിൻഫാസ്റ്റ് എന്ന് പറയുന്ന ബ്രാൻഡിനെ എത്രത്തോളം ട്രസ്റ്റ് ചെയ്യാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ കാണുന്ന സ്റ്റാൻഡിങ് സീഡ്സ് ഓഫ് ചേഞ്ച് എന്ന് പറയുന്ന അവരുടെ പ്രോഗ്രാം. അതായത് വിൻഫാസ്റ്റ് എന്ന് പറയുന്നത് ഒരു ബിസിനസ് സ്ഥാപനം എന്നതിൽ ഉപരിയായിട്ട് അവർക്കൊരു സമൂഹത്തിനോട് കുറച്ചും കൂടെ ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട് എന്ന് തെളിയിക്കുന്ന ഒരു സംഗതിയാണ് സീഡ്സ് ഓഫ് ചേഞ്ച് എന്ന് പറയുന്ന പ്രോഗ്രാം. സമൂഹത്തിൽ നല്ലൊരു നന്മയുടെ മാറ്റം ഉണ്ടാക്കുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് വിൻഫാസ്റ്റിന് സീഡ്സ് ഓഫ് ചേഞ്ച് എന്ന് പറയുന്ന ഈ പ്രോഗ്രാമിലൂടെ അവർ ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് പറയാം. നമ്മളിപ്പോൾ സാധാരണ വിൻഫാസ്റ്റിൻ്റെ ഏതെങ്കിലും ഒരു ഷോറൂമിൽ പോയി ഒരു കാറ് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഓരോ ടെസ്റ്റ് ഡ്രൈവിനും അവർ വിൻഫാസ്റ്റ് എന്ന് പറയുന്ന ബ്രാൻഡ് ഒരു മരം അവർ നടുന്നുണ്ട്. അതൊരു നേച്ചറിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശമാണ് അതിൻ്റെ പിന്നിൽ. കൂടാതെ ഒരു അനാഥാലയത്തിലുള്ള ഒരു പാവപ്പെട്ട കുട്ടിക്ക് ഒരു നേരത്തെ ഭക്ഷണം അതവർ പ്രൊവൈഡ് ചെയ്യും. മഹാരാഷ്ട്രയിലുള്ള റായ്ഗഡ് ജില്ലയിലാണ് ഈ ഒരു മിയാവാക്കി സ്റ്റൈലിലുള്ള മരങ്ങളുടെ വെച്ചുപിടിപ്പിക്കുന്ന പരിപാടി ചെയ്തിട്ടുള്ളത്. 6500 മരങ്ങളാണ് അവർ നട്ടുപിടിപ്പിക്കുന്നത്. 2026 ഏപ്രിൽ 15 മുതൽ അവർ ഈ ഒരു ശ്രമം ആരംഭിച്ചു കഴിഞ്ഞു. മിയാവാക്കി സ്റ്റൈൽ എന്ന് പറയുന്നത് കഴിഞ്ഞാൽ മരങ്ങൾ ലെയർ ബൈ ലെയറായിട്ട് വെച്ചുപിടിപ്പിക്കുന്ന ഒരു സംഭവമാണ്. കൂടാതെ ഇന്ത്യയിലെ പ്രമുഖ നഗരങ്ങളായിട്ടുള്ള മുംബൈ, പൂനെ, കൊൽക്കത്ത, ഹൈദരാബാദ്, ഡൽഹി, അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ 6500 നേരത്തെ ഭക്ഷണം, അതായത് 16 ഓർഫനേജസ് കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവർ ഭക്ഷണം നല്ല രീതിയിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ വിൻഫാസ്റ്റ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് പ്രോഫിറ്റ് മാത്രം എയിം ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ഒരു സ്ഥാപനമല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യത്വപരമായിട്ടുള്ള കാര്യങ്ങൾ കൂടി അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചന കൂടിയാണ് സീഡ്സ് ഓഫ് ചേഞ്ച് എന്ന് പറയുന്ന ഈ ഒരു പദ്ധതി. അപ്പം നല്ലൊരു വിഷനുള്ള ഒരു ബ്രാൻഡിന് മാത്രമേ അങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യം, ഏതെങ്കിലും വിൻഫാസ്റ്റിൻ്റെ ഷോറൂമിൽ പോവുക, ഒരു കാറ് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുക. ടെസ്റ്റ് ഡ്രൈവ് ഫ്രീ ആണ്. സോ നിങ്ങളത് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്നതോടുകൂടി നിങ്ങളൊരു കുട്ടിക്ക് ഒരു നേരത്തെ ആഹാരം കൊടുക്കുന്നു. അതുപോലെ പ്രകൃതിയെ സംരക്ഷിക്കാനായിട്ട് ഒരു മരം കൂടെ വെച്ച് പിടിപ്പിക്കുന്നുണ്ട്. അത് നിങ്ങൾ അറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങളൊരു ഇലക്ട്രിക് കാർ നോക്കുന്നുണ്ടെങ്കിൽ പലരുടെയും ഒരു ഡൗട്ട് എന്ന് പറയുന്നത് ഇലക്ട്രിക് കാറാണോ അതോ പെട്രോൾ എഞ്ചിനുള്ള ഒരു കാറാണോ ലാഭകരം എന്നുള്ളത്. നമുക്കിപ്പം അതിൻ്റെ ഒരു കമ്പാരിസൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ശരാശരി ഒരു കാറ്, പെട്രോൾ എഞ്ചിനുള്ളൊരു കാറ് നമുക്ക് കൂടി വന്നാൽ എത്ര മൈലേജ് കിട്ടും? ഒരു 15-16, ഒരു ആവറേജ് മൈലേജ് ഫിഗർ നമുക്ക് എടുക്കാം. ഒരു മാസം നമുക്കിപ്പോൾ ഒരു 1250 കിലോമീറ്റർ ഒരാൾ ഡ്രൈവ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ കേരളത്തിലെ ഒരു പെട്രോളിൻ്റെ പ്രൈസ് വെച്ചിട്ട് ഒരു 105 രൂപ അടുപ്പിച്ചിട്ട് നമുക്ക് വരുന്നുണ്ട് 1 ലിറ്റർ പെട്രോളിന്. അപ്പം നമ്മൾ ഈ 1250 കിലോമീറ്റർ ഡ്രൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എത്രത്തോളം പെട്രോൾ അടിക്കണം? ഒരു 80 ലിറ്ററെങ്കിലും കുറഞ്ഞടിക്കേണ്ടി വരും. അപ്പം 80 ലിറ്റർ പെട്രോൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ 105 ഗുണം 80 എന്ന് പറയുമ്പോൾ നമുക്ക് ഏകദേശം ഒരു 8500 രൂപയ്ക്ക് അടുത്ത് പെട്രോളിൻ്റെ ചിലവ് തന്നെ വരുന്നുണ്ട് ഒരു മാസം. അപ്പം ഈ ഒരു പ്രൈസ് നമ്മൾ ഒരു വർഷത്തേക്ക് നോക്കുമ്പം ഏകദേശം 1 ലക്ഷത്തിന് മുകളിൽ നമുക്ക് പെട്രോളിൻ്റെ ചിലവ് തന്നെ വരുന്നുണ്ട്. അത് 3 വർഷമാകുമ്പോൾ അത് 3 ലക്ഷത്തിന് മുകളിൽ പോകും. അപ്പം 3 വർഷം കൊണ്ട് പെട്രോൾ എഞ്ചിനുള്ള ഒരു കാർ ഓടിക്കുന്ന സമയത്ത് 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ നമുക്ക് ചിലവ് എന്തായാലും വരും, പോക്കറ്റിൽ നിന്ന് കാശ് പോകും. എന്നാൽ വിൻഫാസ്റ്റിൻ്റെ ഈ VF7 എന്ന് പറയുന്ന ഒരു ഇലക്ട്രിക് കാർ നമുക്കൊരു കമ്പാരിസൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ബാറ്ററി പാക്ക് വരുന്നത് 75 കിലോ വാട്ടാണ്.
ഏകദേശം റേഞ്ച് നമുക്ക് 450 മേലെ കിട്ടും. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് 1250 കിലോമീറ്റർ ഒരു മാസത്തേക്ക് ഓടാനായിട്ട് 209 കിലോ വാട്ട് ഇലക്ട്രിസിറ്റിയാണ് ആവശ്യമുള്ളത്. നമുക്കിപ്പോൾ ഒരു പബ്ലിക് ചാർജിങ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 13,000 രൂപ അടുപ്പിച്ചിട്ടാണ് ചാർജിങ് ഫീ വരുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴും ഒരു 1 മന്തിലേക്ക് നമുക്ക് 2,800 രൂപ മാത്രമേ ചാർജ് ചെയ്യാനായിട്ട് ആവശ്യം വരുന്നുള്ളൂ. പക്ഷേ അതിനകത്തൊരു ട്വിസ്റ്റ്. നമുക്കിപ്പോൾ വിൻഫാസ്റ്റിൻ്റെ ഒരു ഫ്രീ ചാർജിങ് ഓഫർ എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2029 മാർച്ച് 31 വരെ വിൻഫാസ്റ്റിൻ്റെ വി ഗ്രീൻ നെറ്റ്വർക്കിലൂടെ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ 0 കോസ്റ്റാണ്, ഫ്രീ ആയിട്ട് നമുക്ക് ചാർജ് ചെയ്യാം. അപ്പം 3 വർഷത്തേക്ക് നമുക്ക് ചാർജിങ്ങിൻ്റെ ഒരു പേയ്മെൻറ്റിൻ്റെ കാര്യം ഓർത്ത് ടെൻഷൻ ആവേണ്ട കാര്യമില്ല. അപ്പോൾ അങ്ങനെ നോക്കുമ്പം പെട്രോൾ എഞ്ചിനുള്ള ഒരു കാർ ഓടിക്കുന്നതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരു കോസ്റ്റ് എന്ന് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ 0 കോസ്റ്റാണ് വിൻഫാസ്റ്റിൻ്റെ കാറിന് വരുന്നത്. ചാർജിങ് എന്നുള്ള ഒരു സംഗതിയേക്കാൾ ഉപരി മറ്റെന്തെങ്കിലും നമുക്ക് സാമ്പത്തിക ലാഭം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ പെട്രോൾ എഞ്ചിനുള്ള ഒരു കാറിനെ വെച്ച് നോക്കുന്ന സമയത്ത് വലിയൊരു ഘടകം എന്ന് പറയുന്നത് അതിൻ്റെ മെയിൻ്റനൻസ് ആണ്. നമുക്കിപ്പോൾ ഒരു 3 വർഷത്തേക്ക് പെട്രോൾ എഞ്ചിനുള്ള ഒരു കാറ് മെയിൻറ്റെയിൻ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സ്പാർക്ക് പ്ലഗ്, ഓയിൽ ചേഞ്ച്, ഫിൽറ്റർ, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ മാറ്റേണ്ടി വരും. അപ്പം നല്ല രീതിയിൽ കാശ് പൊട്ടും. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 25,000 അല്ലെങ്കിൽ 30,000 രൂപ 3 വർഷത്തേക്കെന്ന് തൽക്കാലം പറയാം. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് അതും ഒരു എക്സ്പെൻസാണ് പെട്രോൾ എഞ്ചിന് ഉള്ള കാറിന്. അതേസമയം വിൻഫാസ്റ്റിൻ്റെ ഈ ഒരു കാറ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രിക് കാറിൽ അവർക്ക് 36,000 കിലോമീറ്റർ അല്ലെങ്കിൽ 3 വർഷം വരെ സൗജന്യമായ സർവീസാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ നമുക്കിപ്പോൾ ഒരു പെട്രോൾ എഞ്ചിനുള്ള കാറ് മെയിൻ്റനൻസ് എന്ന് പറയുന്ന ഒരു സംഗതി 3 വർഷത്തേക്ക് എന്തായിരുന്നാലും 10-30,000 രൂപ തൽക്കാലം പോകും എന്ന് കരുതുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മെയിൻ്റനൻസ് പെട്രോൾ എഞ്ചിനെ സംബന്ധിച്ച് നോക്കുമ്പം വളരെ കൂടുതലാണ്. എന്നാൽ ഒരു ഇലക്ട്രിക് വെഹിക്കിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മെയിൻ്റനൻസ് വളരെ കുറവാണ്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് മെക്കാനിക്കലായിട്ടുള്ള ഒരുപാട് കമ്പോണൻസ് ഇലക്ട്രിക് കാറുകളിൽ അവർ കൊടുക്കുന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബാറ്ററി ഉണ്ടാവും, ഒരു മോട്ടർ ഉണ്ടാവും, അല്ലാതെ എഞ്ചിനും അങ്ങനെയുള്ള ഫിസിക്കലായിട്ടുള്ള കമ്പോണൻസ് അധികം ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ മെയിൻ്റനൻസ് എന്ന് പറയുന്നത് നമുക്ക് ലാഭകരമാണ്. പ്രത്യേകിച്ച് വിൻഫാസ്റ്റ് ഈ ഒരു മെയിൻ്റനൻസ് 3 വർഷത്തേക്ക് പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അപ്പോൾ ആ കാര്യത്തിൽ നമുക്ക് ടെൻഷനില്ല. പിന്നെ ഓവറോൾ ഇവരുടെ ഒരു നെറ്റ്വർക്ക് നമുക്കിപ്പോൾ ഒരു ചാർജിങ് സെറ്റപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡുമായിട്ട് ടൈപ്പ് ചെയ്തിട്ട് വി ഗ്രീൻ എന്ന് പറയുന്ന ഒരു നെറ്റ്വർക്ക് വിൻഫാസ്റ്റിൻ്റെ അവർ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. മെയിൻ സിറ്റീസിലും ഹൈവേസിലും ഇപ്പോൾ ഓൾറെഡി അതിൻ്റെ ഒരു സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വലിയ ടെൻഷനില്ലാതെ ചാർജ് ചെയ്ത് പോകാനുള്ള ഒരു ഓപ്ഷനും കൂടെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഇലക്ട്രിക് കാർ ചൂസ് ചെയ്യാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഡെയിലി ലൈഫിലുള്ള കാര്യങ്ങൾ വളരെ സ്മൂത്താക്കുക, അതുപോലെ അധിക മെയിൻ്റനൻസ് ചിലവുകളും കാര്യങ്ങളൊക്കെ ചുരുക്കി വളരെ സ്മൂത്തായിട്ട് കാര്യങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് പലരും ഇലക്ട്രിക് വെഹിക്കിൾസ് പ്രിഫർ ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്രോൾ എഞ്ചിനുള്ള കാറുകളെ കമ്പയർ ചെയ്യുന്ന സമയത്ത് മെയിൻ്റനൻസ് ചിലവും പെട്രോൾ അടിക്കുന്ന ചിലവും ഒക്കെ മാറ്റി നിർത്തുമ്പം ഇലക്ട്രിക് കാറുകൾ വിൻഫാസ്റ്റിൻ്റെ ഈ ഒരു VF7 അല്ലെങ്കിൽ മറ്റ് മോഡലുകൾ നോക്കുമ്പോൾ സമയത്ത് 3 വർഷത്തേക്ക് സൗജന്യ ചാർജിങ്ങും അതുപോലെ അങ്ങനെയുള്ള ഓഫറുകൾ കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് 0 കോസ്റ്റിൽ 3 വർഷം തീർച്ചയായിട്ടും റൺ ചെയ്യാൻ പറ്റും. അത് വലിയൊരു പ്ലസ് പോയിൻ്റാണ്. ഒരു ഇലക്ട്രിക് കാർ വാങ്ങുന്ന ഒരാളുടെ ഏറ്റവും വലിയൊരു ടെൻഷൻ എന്ന് പറയുന്നത് അതിൻ്റെ റീസെയിൽ വാല്യൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വണ്ടി കുറേ നാൾ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് കൊടുക്കാൻ നോക്കുമ്പം വലിയ എമൗണ്ട് കിട്ടത്തില്ലല്ലോ എന്നുള്ളൊരു പേടിയുണ്ടാവും. സാധാരണമാണ്. പക്ഷേ വിൻഫാസ്റ്റ് അവരുടെ റീസെയിൽ വാല്യൂ ഗ്യാരണ്ടി എന്ന് പറയുന്നൊരു സംഭവം കൂടെ ചെയ്യുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 75% വരെ ഒരു 2 വർഷം അല്ലെങ്കിൽ ഒരു 5 വർഷത്തിനുള്ളിൽ ആ ഒരു പീരീഡ് ഓഫ് ടൈമിലാണ് നമ്മൾ വണ്ടി കൊടുക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ബൈബാക്ക് ഓപ്ഷൻ എന്ന് പറയുന്നൊരു സെറ്റപ്പ് നോക്കുമ്പോൾ 75% വരെ അവർ റീസെയിൽ വാല്യൂ ഗ്യാരണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ 3% ലോയൽറ്റി ബെനിഫിറ്റ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു വിൻഫാസ്റ്റ് കാറിൻ്റെ ഓണറാണ് ഓൾറെഡി. അപ്പോൾ നമുക്ക് ആ ഒരു വിൻഫാസ്റ്റിൻ്റെ കാറ് മാറ്റി വേറൊരു വിൻഫാസ്റ്റിൻ്റെ കാർ എടുക്കണമെന്നുണ്ടെങ്കിൽ 3% ലോയൽറ്റി ബെനിഫിറ്റും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ള പ്രോസസ്സ് മാത്രമേ ഉള്ളൂ അതിന്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു വാഹനം വിൽക്കുന്ന സമയത്ത് വിൻഫാസ്റ്റിൻ്റെ കാർ സെയിൽ ചെയ്യുന്ന സമയത്ത് അധികം സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കാത്ത രീതിയിലുള്ള ഒരു സംഭവം കൂടെയാണ് റീസെയിൽ വാല്യൂ ഗ്യാരണ്ടി കൊണ്ട് അവർ അർത്ഥമാക്കുന്നത്. ഇനി നമുക്ക് വിൻഫാസ്റ്റിൻ്റെ പ്രൊഡക്റ്റുകളെ ഒന്ന് പരിചയപ്പെടാം. വിൻഫാസ്റ്റ് ഇന്ത്യയിൽ 3 പ്രൊഡക്റ്റാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇതാണ് VF6, ഇതാണ് VF7, ഇതാണ് വിൻഫാസ്റ്റിൻ്റെ MPV7. VF6 എന്ന് പറയുന്നത് സിറ്റി ഡ്രൈവിങ്ങിന് പറ്റിയ നല്ല കോമ്പാക്റ്റ് ആയിട്ടുള്ള പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു സ്മാർട്ട് EV ആണ്. ADAS Level 2 ഫീച്ചേഴ്സ് വരുന്നുണ്ട്. 5 സ്റ്റാർ റേറ്റഡ് ആണ് വിൻഫാസ്റ്റിൻ്റെ എല്ലാ പ്രൊഡക്റ്റുകളും. 60 കിലോ വാട്ടിൻ്റെ ബാറ്ററി പാക്ക് ഉണ്ട്. അതുപോലെ 468 കിലോമീറ്ററാണ് റേഞ്ച് പറയുന്നത്. 17,29,000 രൂപയാണ് ആരംഭ വില. VF7ൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ വളരെ ബോൾഡായിട്ടുള്ള ഒരു ഡിസൈനാണ്. അതുപോലെ നല്ല റോഡ് പ്രസൻസ് ഉണ്ട്. ഒരു പ്രീമിയം പെർഫോമൻസ് SUV ആണ്. അത്യാവശ്യം ലോങ് ഡ്രൈവിനും ഇത് സ്യൂട്ടബിൾ ആണ്.
60 കിലോ വാട്ടിൻ്റെ ബാറ്ററി പാക്കും അതുപോലെ തന്നെ 70 കിലോ വാട്ടിൻ്റെ ബാറ്ററി പാക്കുമുണ്ട്. 438 മുതൽ 510 കിലോമീറ്റർ റേഞ്ച് വരെയാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. ആരംഭ വില 21,89,000 രൂപയാണ്. ലെവൽ 2 അഡാസ് ഫീച്ചേഴ്സ് ഉള്ള വണ്ടിയും കൂടിയാണ് കേട്ടോ ഇത്. അപ്പം അഡാസ് ലെവൽ 2 ഫീച്ചേഴ്സിൽ നമുക്ക് ലൈൻ ചേഞ്ച് അസിസ്റ്റും കാര്യങ്ങളൊക്കെ ഇതിനകത്തൂടെ നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും. ഇത് ബ്ലിങ്ക് ചെയ്യും. ഇതിൻ്റെ ബട്ടൺസ് ഒക്കെ അടിപൊളി. ഡ്രൈവ് മോഡൊക്കെ മാറ്റുന്നതും ഇത് സ്പോർട്സ് മോഡൊക്കെ മാറ്റാനായിട്ടുള്ളതാണ്. ഇവിടുത്തെ മൊബൈൽ ചാർജിങ് ഉണ്ട്, വയർലെസ് ആണ് കേട്ടോ. അതുകൂടാണ്ട് ഇവിടെ USB പോർട്ടും കൊടുത്തിട്ടുണ്ട്. വോളിയം കൺട്രോളൊക്കെ അടിപൊളിയാണ്, നല്ല പ്രീമിയം ഫിനിഷ് ഉണ്ട് കേട്ടോ. ഇവിടെയാണ് നമ്മുടെ ഹെഡ്സപ്പ് ഡിസ്പ്ലേ വരുന്നത്. പിന്നെ ഇതിൻ്റെ സീറ്റ് സെറ്റപ്പ് എന്ന് പറയുന്നത് ഇലക്ട്രോണിക്കലി അഡ്ജസ്റ്റബിൾ ആണ്. ഇത് കണ്ടോ, ഞാൻ ഇവിടെ ഇപ്പോൾ പൊക്കുമ്പോൾ ഇതുണ്ടോ ഓട്ടോമാറ്റിക്കലി സംഗതി നമ്മുടെ കംഫർട്ടിനനുസരിച്ചിട്ട് സെറ്റപ്പ് ചെയ്യാം. ഇനി അതല്ല, നമുക്ക് താക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം, മുന്നോട്ട് ആക്കണമെങ്കിൽ മുന്നോട്ടാകാം, പുറകോട്ടാക്കണമെങ്കിൽ പുറകോട്ടാകാം, ഏത് രീതിയിലും സെറ്റപ്പ് ചെയ്യാൻ പറ്റും. ഈ ലെതർ ഫിനിഷൊക്കെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇൻറ്റീരിയർ ക്വാളിറ്റി എന്തായാലും സൂപ്പർബായിട്ടുണ്ട്, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. 5 സ്റ്റാർ റേറ്റഡ് ആണ്. ടെക്നിക്കലി വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ പുതുതായി ലോഞ്ച് ചെയ്ത MPV7 60 കിലോ വാട്ടിൻ്റെ ബാറ്ററി പാക്കാണ്. 517 കിലോമീറ്റർ റേഞ്ചാണ്. 7 സീറ്ററാണ്. ഫാസ്റ്റ് ചാർജിങ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 10 to 70% 30 മിനിറ്റിൽ ചാർജ് ചെയ്യും. ആരംഭ വില എന്ന് പറയുന്നത് 24,49,000 രൂപയാണ്. 204 PS പവറും 280 ന്യൂട്ടൺ മീറ്റർ ടോർക്കുമാണ്. MPV7 എന്ന് പറയുന്നത് ഒരു വലിയ ഫാമിലിക്ക് വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള രീതിയിൽ ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലൻ വണ്ടിയാണ്. MPV7ൻ്റെ അകത്ത് 3ാമത്തെ റോയാണ്. നല്ല സ്പേഷ്യസ് ആണ്, കാലിനൊക്കെ നല്ല ലെഗ് റൂം കിട്ടുന്നുണ്ട്, അടിപൊളി. പ്രാക്ടിക്കലായിട്ടുള്ള യൂസ് നോക്കുമ്പോൾ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള സ്മൂത്ത് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് വിൻഫാസ്റ്റിൻ്റെ എല്ലാ EV കാറുകളും. വിൻഫാസ്റ്റിൻ്റെ പ്രൊഡക്റ്റുകളെല്ലാം തന്നെ നല്ല മിനിമലിസ്റ്റിക് ആയിട്ടുള്ള ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. ബിൽഡ് ക്വാളിറ്റി നോക്കുകയാണെങ്കിലും അടിപൊളിയായിട്ടുണ്ട്. ഇൻറ്റീരിയർ ക്വാളിറ്റിയും അതുപോലെ കംഫർട്ടും സൂപ്പർബാണ്. അപ്പോൾ നമുക്ക് ഈ വണ്ടി ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കാം എങ്ങനെയാണെന്നുള്ളത് എക്സ്പീരിയൻസ്. നോർമൽ മോഡ് തന്നെ അടിപൊളി പവറാണ്. ഇനി സ്പോർട്സ് മോഡുണ്ട്, ഒരു രക്ഷയില്ല കേട്ടോ, ഭയങ്കര സ്മൂത്താണ്. സിറ്റി ട്രാഫിക്കിൽ നമുക്ക് ഒട്ടും തലവേദന തരത്തില്ല. ഞാൻ നോക്കിയിട്ട് പെട്രോൾ എഞ്ചിനുള്ള വണ്ടി ഓടിക്കുമ്പം നമുക്ക് ഒരുപാട് ക്ലച്ച് ഗിയർ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ പരിപ്പിളകും സിറ്റി ട്രാഫിക്കിൽ. പക്ഷേ ഇത് ആക്സിലറേറ്റർ മാത്രം ഇങ്ങനെ കൊടുത്ത് സ്മൂത്തായിട്ട് പോകാം. നമുക്കിനി സ്പോർട്സ് മോഡൊന്ന് ഇട്ട് നോക്കാം. ഭയങ്കര സ്മൂത്താണ് കേട്ടോ. സ്റ്റിയറിംഗ് ഒക്കെ നമ്മൾ മാറ്റുന്നത് അറിയുന്നതും കൂടെ ഇല്ല. ഭയങ്കര കംഫർട്ടബിളാണ് വണ്ടി. അതുപോലെ നല്ല പവറുണ്ട്, അതാണ് എനിക്ക് മനസ്സിലായത്. വണ്ടി നല്ല സ്പേഷ്യസുമാണ്. ഇൻറ്റീരിയറൊക്കെ വളരെ നീറ്റ് ആൻഡ് ക്ലീനാണ്. അതുപോലെ വളരെ മിനിമലായിട്ടുള്ള ഒരു ഡിസൈനാണ്. നമുക്ക് ഒരുപാട് ബഹളമൊന്നുമില്ല. ചെറിയൊരു നല്ല സ്ക്രീനുണ്ട്, വിസിബിലിറ്റി ഉള്ള. നമുക്ക് ഫുള്ള് ടച്ച് സ്ക്രീനാണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ ഇതിവിടെ നമുക്ക് കണ്ടോ ട്രാൻസ്പെറൻ്റ് ആയിട്ടൊരു മീറ്റർ കൺസോൾ കാണാൻ പറ്റും. ആക്ച്വലി എനിക്കിവിടെ സ്പീഡ് മറ്റു കാര്യങ്ങളൊക്കെ റേഞ്ചൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. നല്ല കൺട്രോളോടത്തോടെ വന്നിട്ടും ഒട്ടും ഒരു ഡിസ്കംഫർട്ടില്ല. നമുക്ക് ക്ഷീണം വരത്തില്ല എന്നുള്ളത് വലിയൊരു കാര്യമാണ് EV ഓടിക്കുന്ന സമയത്ത്. സ്റ്റിയറിംഗ് വളരെ ചെറുതാണ്, വളരെ കോമ്പാക്റ്റാണ്. അതായത് നമ്മൾ ഈ വണ്ടി കാണുന്ന സമയത്ത്, വീഡിയോയിലും ഫോട്ടോയിലൊക്കെ കാണുന്ന സമയത്ത് ഇതിൻ്റെ ഒരു വലിപ്പവും അതുപോലെ ഒരു പ്രീമിയം ഫീലൊന്നും നമുക്ക് അറിയാൻ പറ്റണമെന്നില്ല. ഇതിപ്പോൾ വലിയൊരു ഹമ്പാണ്. അപ്പോൾ ഞാൻ ഇതുണ്ടോ വളരെ സിമ്പിളായിട്ട് ഇതിനകത്ത് കയറുന്നുണ്ട്. അപ്പോൾ ഗ്രൗണ്ട് ക്ലിയറൻസും ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇത് നേരിട്ട് കണ്ടാൽ തന്നെ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്താൽ തന്നെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കുക. അപ്പോൾ ടെസ്റ്റ് ഡ്രൈവ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഫ്രീ ആണ്. നമുക്ക് അതിന് പേയ്മെൻ്റ് ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. എല്ലാ വണ്ടിയും ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിരിക്കുന്നത് നല്ലതാണ്. കാരണം നമുക്ക് പല വണ്ടികളുടെയും നല്ല വശവും പോരായ്മയൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ നമുക്ക് പല വണ്ടി എക്സ്പീരിയൻസ് ചെയ്യുമ്പം ഓരോ വണ്ടികളുടെയും പ്ലസ് പോയിൻറ്റ്സും മൈനസ് പോയിൻറ്റ്സും ഒക്കെ അറിയാൻ പറ്റും. അപ്പോൾ ഏതെടുക്കണം എടുക്കരുതെന്നൊക്കെയുള്ള ഒരു ഐഡിയ നമുക്ക് കിട്ടും. നല്ലൊരു റോഡുണ്ട്. നമ്മുടെ ക്യാമറാമാൻ നമ്മുടെ എവിനാശാൻ ഞാൻ ആക്സിലറേഷൻ കൊടുത്തപ്പോൾ പുറകോട്ട് പോയി. വണ്ടിക്ക് നല്ല പവറാണ് കേട്ടോ, അല്ലേ ആശാനെ? അപ്പോൾ നമുക്ക് ഈ ഹമ്പ് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ ആക്സിലറേറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ. ഓടാ എൻ്റെ ഒന്നോ, ഒയ്യോ, ആ ഇനീഷ്യൽ ആക്സിലറേഷൻ ഒരു രക്ഷയില്ല കേട്ടോ. നമ്മൾ പുറകോട്ട് പോകും വണ്ടി. അതായത് വലിയൊരു സ്പോർട്സ് കാർ ഓടിക്കുന്ന അല്ലെങ്കിൽ ഒരു സൂപ്പർ കാറൊക്കെ ഓടിക്കുന്നതിൻ്റെ ഒരു പവർ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇനീഷ്യൽ ആക്സിലറേഷൻ. ഇത് ഞാൻ പൊക്കി അടിക്കുന്നൊന്നുമല്ല കേട്ടോ, ശരിക്കും എക്സ്പീരിയൻസ് ചെയ്തിട്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങളിത് എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. സ്ട്രൈറ്റ് റോഡിൽ കൊണ്ടുപോയിട്ട് നിങ്ങൾ 0 to 100 ഒന്ന് അടിച്ചു നോക്കുക. വിത്തിൻ സെക്കൻഡ്സ് നമുക്ക് റീച്ച് ചെയ്യാൻ പറ്റും. അപ്പം ഇലക്ട്രോണിസിറ്റി മെയിൻ ഹൈവേയുടെ സൈഡിൽ തന്നെയാണ് വിൻഫാസ്റ്റിൻ്റെ ഈ ഒരു ഷോറൂം വന്നിരിക്കുന്നത്. ലോട്ടസ് ഇലക്ട്രോണിസിറ്റി എന്ന് പറഞ്ഞ ഷോറൂമാണ്. അപ്പം പറ്റുകയാണെങ്കിൽ നിങ്ങൾ വിസിറ്റ് ചെയ്യുക, ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുക. ഇതിൻ്റെ ബട്ടൺസ് ഒക്കെ അടിപൊളിയാണ് കേട്ടോ. ഈ ടച്ച് സ്ക്രീനും അതുപോലെ ഈ ഒരു സെറ്റപ്പൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. നേരിട്ട് കാണാൻ നല്ല വലുപ്പമുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു മിഡ് സൈസ് SUV ആണ്. നല്ല ലാവിഷായിട്ട് സ്പേഷ്യസ് ആയിട്ട് ഫാമിലിക്ക് 5 പേർക്കുള്ള ഫാമിലിക്ക് പോകാൻ പറ്റിയൊരു
മിഡ് സൈസ് SUV ആണ്. ഈ ഒരു ഷോറൂം കണ്ടപ്പോൾ എനിക്ക് തോന്നിയ കാര്യം എന്ന് പറയുന്നത് വളരെ മിനിമലിസ്റ്റിക് ആയിട്ടുള്ള ഡിസൈനാണ്. അതുപോലെ നല്ല സ്പേഷ്യസ് ആണ്. അധികം എന്താ പറയുക, എനിക്ക് ഒരു പ്രത്യേകത ഇവിടെ തോന്നി മറ്റുള്ള കാർ ഷോറൂമുകളെ അപേക്ഷിച്ചിട്ട്. ഒരു ബ്രീത്തിങ് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ഫീൽ ചെയ്യും. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഷോറൂം സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. ഒരുപാട് ക്രൗഡഡ് അല്ല, വളരെ മിനിമലായിട്ടുള്ള രീതിയിൽ നമുക്കൊരു പ്രീമിയം ഫീല് തരുന്നുണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. എന്നെ ഏറ്റവും അതിശയിപ്പിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് ഇതൊന്നുമല്ല, വിൻഫാസ്റ്റ് നൽകുന്ന ബാറ്ററി വാറൻറ്റിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 10 വർഷത്തെ ബാറ്ററി വാറൻറ്റിയാണ് വിൻഫാസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. കൂടാതെ 3 വർഷത്തെ അല്ലെങ്കിൽ 36,000 കിലോമീറ്റർ ഫ്രീ മെയിൻ്റനൻസ്. അത് ഒരു രക്ഷയില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിൻഫാസ്റ്റ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ പ്രൊഡക്റ്റ് ചൂസ് ചെയ്യാം എന്നുള്ള ഒരു സൂചനയും കൂടിയാണ്. ഇനി ഈ വണ്ടി ആരൊക്കെ പ്രിഫർ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു പുതുമ വേണം, അതായത് ഒരു മോഡേൺ വൈബ് കിട്ടുന്ന വളരെ മിനിമലിസ്റ്റിക് ആയിട്ടുള്ള ഒരു വ്യത്യസ്തതയുള്ള ഒരു കാർ വേണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഈ വണ്ടി പ്രിഫർ ചെയ്യാം. ടെക്നിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് വേണം, അങ്ങനെയുള്ളവർക്ക് ഇത് പ്രിഫർ ചെയ്യാം. ഇനി ഈ ഒരു കാറ് ഞാൻ എടുക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വളരെയധികം പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ് വിൻഫാസ്റ്റിൻ്റെ കാറുകൾ. കൂടാതെ നല്ല പ്രീമിയം ഫിനിഷിങ് കൊടുക്കുന്നുണ്ട്, നല്ല ടെക്നോളജി കൊടുക്കുന്നുണ്ട്. എസ്പെഷ്യലി കേരളത്തിൽ നമുക്ക് ഇവരുടെ സെയിൽസ് ആഫ്റ്റർ സർവീസ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ബെറ്റർ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേജിലാണ്. നമുക്ക് അതുകൊണ്ട് തന്നെ വിശ്വസിച്ചെടുക്കാൻ പറ്റുന്ന ഒരു വെഹിക്കിളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഈ ഒരു വണ്ടിയുടെ പെർഫോമൻസും ബാറ്ററി റേഞ്ചും ബാറ്ററി വാറൻറ്റിയും ഒക്കെ നോക്കുന്ന സമയത്തും വിൻഫാസ്റ്റ് എന്ന് പറയുന്ന ഈ ഷോറൂമിൻ്റെ സർവീസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് ഇതൊരു ഗെയിം ചേഞ്ചറായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ള ഒരു ഈ വീഡിയോയിൽ എനിക്ക് പറയാനായിട്ടുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സാധാരണ കസ്റ്റമർ ഇവരുടെ ഷോറൂമിൽ വരുന്ന സമയത്ത് അവർക്ക് എന്ത് ഫീൽ ചെയ്യും, അങ്ങനെയുള്ളൊരു കൊച്ചു വീഡിയോ ആയിട്ടാണ് ഇതിനെ നമ്മൾ ചെയ്തിരിക്കുന്നത്. സോ നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തു, അടിപൊളിയാണ് എക്സ്പീരിയൻസ്. നിങ്ങളും ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് റിയൽ ലൈഫിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അത് കിട്ടത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുക. അപ്പോൾ ഫ്രീ ആണ് ടെസ്റ്റ് ഡ്രൈവ്. പിന്നെ കൂടാതെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മളൊരു നല്ല കാര്യം കൂടെ അതിനോടൊപ്പം ചെയ്യുകയാണ്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ ഈ വീഡിയോ. നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ കട്ട സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ഞെക്കിപ്പൊട്ടിക്കാനുള്ള എല്ലാ ബട്ടൺസും വീഡിയോയുടെ താഴെ അവിടെ ആയിട്ടുണ്ട്. അത് നിങ്ങളുടെ ഒരു ഇംഗിതം പോലെ ചെയ്തേക്കുക. അപ്പോൾ അതൊരു കിടു വീഡിയോ ആയി വരുന്നതിനെ ടേക്ക് കെയർ, ബൈ.